രാവിലെ നല്ല മഴയത്ത് നല്ല അപ്പവും ബീഫും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഞാൻ അടുത്തിടയ്ക്ക് കഴിച്ചിട്ടില്ല. അത് സീരിയസ് ആയിട്ട് പറയാം, അടുത്തിടയ്ക്ക് ഇത്രയും ഞാൻ ഫുഡ് ചെയ്യാൻ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റി അപ്പം വീട്ടിലെ ഫുഡ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബീഫ്. ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അലിം വിളിച്ചിട്ട് പറഞ്ഞൊരു കിഡിലെ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, വിട്ടാലോ എന്ന് ചോദിച്ചു. നേരെ വണ്ടി എടുത്തു, സൂര്യനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. തലയോലപ്പറമ്പിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇപ്പറയാണ് ചാലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബിജുച്ചേട്ടൻ്റെ കട. അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ബിജുച്ചേട്ടൻ ചാലിങ്കലെ പൊറോട്ടയും ബീഫും കട എന്ന് പറഞ്ഞാലും അറിയും, പിന്നെ ബിജുച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ ഇത് അറിയപ്പെടുക. പൊറോട്ടയും ബീഫും, പിന്നെ ഇവിടെ അപ്പവും ബീഫും. ഒരു പൊറോട്ടയും ബീഫും മാത്രമല്ല, അപ്പവും ബീഫും, അതാണ് മെയിൻ കോമ്പോട്ടം. എൻ്റെ ചെറുപ്പം നാൾ തൊട്ട് ഇവിടെ കടയിൽ ഇപ്പം നല്ല ടേസ്റ്റി അപ്പം. അപ്പവും മുട്ടയാണ്, അല്ല അപ്പവും ബീഫും. ചെറുപ്പകാലം തൊട്ട് ചേട്ടൻ ഇത് കാണുന്നു, ഈ കട കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആളുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഓണറുടെ അച്ഛനും ഫാമിലിയൊക്കെ ആയിട്ട് നടത്തി വന്നിരുന്നതാണ്. അപ്പോൾ ആ കാലം തൊട്ട് ചേട്ടനോട് ഇത് കാണുന്നുണ്ട്. ഒരു എക്സാക്ട് കൃത്യമായിട്ടുള്ളൊരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആളോട് തന്നെ ചോദിക്കണം. ആൾക്കൊരു തിരക്കിലാണ്, അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വേറെ നമുക്ക് അധികം സ്റ്റാഫുകളും പോയി, അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. കാര്യം അവർ തന്നെയാണ് ഇതിൻ്റെ കുക്കിങ്ങും സെർവിങ്ങും ക്ലീനിങ്ങും എല്ലാം അവർ തന്നെയാണ്. മെയിനായിട്ട് ആ ചേട്ടൻ തന്നെയാണ്. ഗൈസ്, ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പം, പൊറോട്ട, പുട്ട്, ഇടിയപ്പം, പിന്നെ മുട്ടക്കറി, പീസ് കറി, ബീഫ് കറി. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സാധനമാണ് നമുക്ക് വേണ്ടത്, ബീഫ് കറി. ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ട, മുട്ട, പുട്ട്, ഗ്രീൻ പീസ്, അപ്പം, ബീഫ് 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 നമ്മൾ മെയിനായിട്ട് പൊറോട്ട, മുട്ട നമുക്ക് ആദ്യം അലിനെ കൊണ്ട് ട്രൈ ചെയ്യാം. എനിക്ക് ഒക്കോസ് ഐ പ്രിഫർ അപ്പോൾ അത് ചതിയായി പോയല്ലോ, ചതിച്ചല്ലോ. അപ്പവും ബീഫും. അതിന് ഞാൻ പൊറോട്ട മുട്ട കൊടുത്ത് ഒഴിവാക്കി നിർത്തിയേക്കാം. കിടിലം ബീഫ്. കിടിലം ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം ബീഫ്. അതായത് നമുക്ക് ആ ഒരു ബീഫ് കഴിക്കുമ്പോൾ ഒരു റബ്ബറി ഫീലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. സാധനമൊന്നുമില്ല. വെൽ കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ വെൽ കുക്ക്ഡ് മീറ്റ്. എന്താ പറയുക, അതായത് നാടൻ മസാലയുടെ മസാലയുടെ ഫ്ലേവറും അത്രയും ഭയങ്കര ടെൻഡറായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. ബീഫ് കേട്ടോ അല്ലേ? അതാ ഞാൻ പറഞ്ഞു, നമുക്ക് ഭയങ്കര ആ ഒരു സോഫ്റ്റ്നെസ് ഫീല്. അല്ലേ? ബീഫ് ഫുള്ളി ബീഫ് കിട്ടും, ഒരു രക്ഷയില്ലാത്ത ബീഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ബീഫ്. നമ്മൾ ഒരു ബീഫ് കൂടെ ഓർഡർ ചെയ്യുന്നത്. യെസ്, അടുത്തത് പുട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പുട്ടും ഗ്രീൻ പീസും. പക്ഷേ ഗ്രീൻ പീസ് ആണെങ്കിലും എനിക്ക് ഇവനിലേക്ക് തന്നെയാണ് നോട്ടം. എന്നാലും നമുക്ക് ഗ്രീൻ പീസ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആ പുട്ടുമായിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, വെള്ളമല്ല, അതിനാ ഒരു പക്ക തിക്നെസ് ഉള്ള ഒരു പീസ് കറിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഗ്രീൻ പീസ് കറി കാണുന്നു. ബീഫ് അപ്പം ബീഫ് പുട്ടിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചൂട് 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 ചൂട്. നല്ല ചൂട് ബീഫും നല്ല പുട്ടും. എനിക്ക് ബീഫിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുന്നോ? എന്തോ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ബീഫ്. അല്ല, ഞാനിവിടെ വന്നിട്ട് ബീഫാണ്. ബീഫ് ഇല്ലെങ്കിൽ മുട്ടക്കറി. ബീഫ് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ, എപ്പോഴും ബീഫ്. വയറും നിറഞ്ഞു. ഇനി ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല, പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കിടിലം ബീഫ് എന്ന് പറഞ്ഞാൽ കിടിലം ബീഫ്.
അപ്പോൾ നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് അപ്പവും ബീഫും കിടിലൻ കോംബോ. അത് രാവിലെ തൊട്ട് വൈകിട്ട് 8 മണി വരെ ഈ സെയിം സാധനം നിങ്ങൾക്ക് വൈകിട്ട് വരെ ഉണ്ടാകും. കണ്ടിന്യൂസ് ഇത് തന്നെ ഉണ്ടാവും. വേറെ ലഞ്ചോ അങ്ങനെ അല്ലെങ്കിൽ ഈവനിങ് വേറെ ഫുഡോ അങ്ങനെ ഒന്നുമില്ല. ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം തലയോലപ്പറമ്പിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറം ചാലുങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കോട്ടയം ജില്ലയാണെങ്കിൽ പോലും നമ്മുടെ എറണാകുളം അതിർത്തിയായിട്ടൊക്കെ വരും. അതായത് പൂത്തോട്ട പുത്തങ്കാവൊക്കെ ഇല്ലേ, അവിടെ നിന്നും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു സ്പേസാണ്. നിങ്ങൾ വന്നു ട്രൈ ചെയ്തോ, ഉറപ്പ് പറയാണ് കിടിലൻ ഫുഡാണ്. ബീഫ് ഒരു രക്ഷയില്ലാത്ത ബീഫ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ.